കൊച്ചിയിൽ മദ്യപിച്ച് റെയിൽവേ പാളത്തിൽ കിടന്നവരെ ട്രെയിൻ നിർത്തി രക്ഷിച്ചു. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിലാണ് സംഭവം നടന്നത്. ട്രെയിൻ നിർത്തി ജീവനക്കാർ ഇറങ്ങി രണ്ടുപേരെയും പാളത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു. പേരെന്താ കേട്ടോ? പേരെന്താ? ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇതെന്ന് നടന്ന സംഭവമാണ്? ഇതെങ്ങനെ ഈ അവസ്ഥയിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞു എന്നൊരു വലിയ അത്ഭുതപ്പെടുന്ന കാര്യം കൂടിയുണ്ട്. സജിത്ത്, ഇത് കഴിഞ്ഞ ദിവസം രാത്രി ആണ് ഈ സംഭവം നടക്കുന്നത്. അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയ്ക്കുള്ള ആ റെയിൽവേ ട്രാക്കിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഷാലിമാർ എക്സ്പ്രസ് ആയിരുന്നു കടന്നു പോകുന്നത്. ഇതിൽ ലോക്കോ പൈലറ്റ് ആയിരുന്ന ആലപ്പുഴ സ്വദേശി അൻവർ ഹുസൈനാണ് ഈ ട്രെയിൻ നിർത്തി ഇവരെ രക്ഷപ്പെടുത്തുക എന്ന അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ്. ട്രെയിൻ നിർത്തുന്നു, അങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്ന് ട്രെയിൻ നീങ്ങുമ്പോൾ ഇവിടെ കൂടുതൽ ആളുകൾ പലപ്പോഴും ഈ ട്രെസ്പാസേഴ്സ് എന്ന രീതിയിൽ തന്നെ പലരും കടന്നു പോകുന്ന, അശ്രദ്ധമായി കടക്കുന്ന ഒരു മേഖലയിലാണ് ഇത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുറച്ച് കരുതലോടുകൂടി തന്നെയാണ് അവിടെ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിൽ ആ ഒരു വിദൂര ദൃശ്യത്തിൽ തന്നെ രണ്ടുപേരെ നിൽക്കുന്നതായിട്ട് അയാൾക്ക് തോന്നുകയും ചെയ്തിരുന്നു. എന്നാൽ പലതവണ ഈ ഹോൺ മുഴക്കുമ്പോഴും ഇതിൽ ഇവർക്ക് മാറാൻ കഴിയാത്ത രീതിയിലാണ് നിൽക്കുന്നത്. പിന്നീട് രണ്ടുപേരും അവിടെ ട്രാക്കിൽ എഴുന്നേറ്റ് നിൽക്കുകയും അതോടൊപ്പം തന്നെ അല്പസമയത്തിന് ശേഷം തന്നെ ട്രാക്കിൽ തന്നെ മറിഞ്ഞ് കവിഴ്ന്ന് വീഴുകയും ചെയ്യുന്നതായിട്ട് ബോധ്യപ്പെട്ടു. ഉടനെ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രെയിൻ അതിന്റെ എഞ്ചിൻ ഭാഗം കുറച്ച് മുന്നോട്ട് കയറി നിന്നു. അപ്പോഴും ഒരു ഉറപ്പുമില്ലായിരുന്നു ഇവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള. അദ്ദേഹത്തിന്റെ ഒരു ജാഗ്രത കൊണ്ടാണ് ഇതിലേക്ക് ഒരു കാൽക്കുലേഷനിൽ അവിടെ ട്രെയിൻ നിർത്തുന്നത്. അതിനുശേഷം ഈ ഒപ്പമുണ്ടായിരുന്ന മറ്റ് സഹ പൈലറ്റ് ഡ്രൈവർ താഴെ ഇറങ്ങി നോക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ നോക്കുമ്പോൾ അതിനടിയിൽ അവരെ ഭദ്രമായിട്ട് തന്നെയുണ്ട്. ഭാഗ്യത്തിന് അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല. അവരോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുമ്പോഴേക്ക് അവർ ഇറങ്ങി വന്നു. നന്നായി മദ്യപിച്ച രണ്ടുപേരായിരുന്നു. അവർ ഇറങ്ങി വരികയും ചെയ്തിരുന്നു. അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. പരിക്കുകളോ ഒന്നും തന്നെ കാര്യമായിട്ട് ഇവർക്ക് സംഭവിച്ചിട്ടുമില്ല. അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ എന്നാണ്. കാരണം രണ്ടുപേർ ട്രെയിൻ അടിയിലേക്ക് ഏതാണ്ട് അകപ്പെട്ടുന്ന അവസ്ഥയിൽ നിന്ന് ഇറങ്ങി വരിക, അത് അത്ഭുതം കൊണ്ട് മാത്രമാണ് ഈ പരിക്കേൽക്കാതെ ഇതിനകത്ത് വരാൻ കഴിയുക. ഒരാളൊക്കെ ഈ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, നമുക്കത് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ രണ്ടുപേർ ഇതിനകത്ത് അടിയിൽപ്പെട്ടിട്ട് വലിയ പരിക്കുകളൊന്നുമില്ലാതെ പുറത്തേക്ക് വരാനായിട്ട്, പുതിയൊരു ജീവിതം എന്ന് തന്നെ പറയാം, ആ രീതിയിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുന്നു. അതും മദ്യപിച്ച ഒരു ബോധമില്ലാത്തൊരവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇവരെയും ഇവരെയും അവിടെ നിന്ന് മാറ്റുന്നു. അതിനുശേഷം ട്രെയിൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. രണ്ടുപേരെയും റെയിൽവേ പോലീസ് അതിൽ പ്രാഥമികമായിട്ട് അവരെ നടപടികളുടെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് റെയിൽവേക്ക് അവർ പറയുന്നത്, റെയിൽവേക്ക് ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റെയിൽവേക്ക് ദൃശ്യങ്ങൾ കൈമാറുന്നതിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ ചിത്രീകരണം തന്നെ നടത്തിയത്. ഇങ്ങനെ ഈ അശ്രദ്ധമായിട്ട് റെയിൽവേ ട്രാക്കിൽ ഇരിക്കാതിരിക്കുക, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ഒരു പൊതു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്കടക്കം കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അത്ഭുതകരമായ രണ്ടുപേരുടെ രക്ഷപ്പെടൽ എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെ കാണുക. ലോക്കോ പൈലറ്റുമാരുടെ അവരുടെ ഒരു അതീവ ജാഗ്രതയുടെ ഫലമാണ് ഈ രണ്ടുപേരുടെയും ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലാണ് സംഭവം നടക്കുന്നത്. അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഷാലിമാർ എക്സ്പ്രസ് കടന്നു പോകുന്ന വഴിയിലാണ് ഈ സംഭവം. എന്തായാലും വളരെ അത്ഭുതകരമായ രക്ഷപ്പെടൽ, പ്രത്യേകിച്ച് ലോക്കോ പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ തന്നെയാണ് ഇതിന്റെ സാഹചര്യം.